ഹേ ഗേയ്സ്, എല്ലാവർക്കും അന്തു സ്പെറ്റ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോണ ഒരു ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ വിഷയം എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് പ്രാവ് വളർത്താൻ ആഗ്രഹിക്കണമുണ്ടാവും. കുറേ പേര് കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ പറയണ മിക്കതും ഉണ്ടെങ്കിലും യൂട്യൂബിലുണ്ടെങ്കിലും എനിക്ക് മനസ്സിലാക്കിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകണം. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് അറിയുന്ന ഒന്ന് കമൻറ്റ് ചെയ്ത് ശരിയാക്കി തരാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നാടൻ പ്രാവിൽ തന്നെ വാങ്ങിച്ചു തുടങ്ങുക. കാരണം വേറൊന്നുമല്ല, നാടൻ പ്രാവിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് മീൻസ് നാടൻ പ്രാവിനെ വാങ്ങിച്ച് അതെങ്ങനെ പറന്ന് വയ്ക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് മിസ്റ്റേക്ക്, എന്താണ് നമ്മളെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത പ്രാവിൽ അതേ മിസ്റ്റേക്ക് വരാതെ നോക്കാൻ പറ്റും. പിന്നെ നാടൻ പ്രാവിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല ബാക്കിയുള്ള പ്രാവുകൾ. ചില പ്രാവ് കാണിച്ച പ്രാവ് 1000-2000 രൂപയ്ക്ക് വരും. പക്ഷെ നാടൻ പ്രാവ് 300 രൂപയ്ക്കും പിന്നെ 500 രൂപയ്ക്ക് അകത്തൊക്കെ കിട്ടുള്ളൂ. അത്രയൊക്കെ ആവത്തുള്ളൂ നാടൻ പ്രാവിന്. പിന്നെ നാടൻ പ്രാവിനെ വെച്ച് വളർത്തി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കും പിന്നെ അല്ലാതെയും ഇപ്പോൾ ബേസിക് ആയിട്ടായിരിക്കും നമ്മൾ നാടൻ പ്രാവിനെ വാങ്ങിച്ച് വളർത്തുമ്പോഴത്തേക്കും മനസ്സിലാവണേ. എന്നിട്ട് നാടൻ പ്രാവിനെ തുടങ്ങിയിട്ട് ബാക്കിയുള്ള പ്രാവിലോട്ട് പോകുമ്പോഴേ ബാക്കിയുള്ള പ്രാവിൻ്റെ രീതികൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ബേസിക് പ്രാവിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി നാടൻ പ്രാവാണ് നല്ലത്. പിന്നെ ഒരിക്കലും കൂട്ടിയിട്ട് വളർത്താൻ നോക്കുക. അത് ഏത് ഫാൻസി ആയാലും പറവയായാലും നാടനായാലും ഒന്ന് കൂട്ടിയിട്ട് വളർത്താൻ നോക്കുക. കാരണം കൂട്ടിയിട്ട് വളർത്തുമ്പോഴത്തേക്കും അതിന് ഈ കൂടുമായിട്ട് മാത്രമേ ഒരു ബോണ്ട് കാണത്തില്ല. അതായത് കൂടുമായിട്ട് മാത്രമേ അതിനെ അറിയുള്ളൂ. കൂട് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ സ്ഥലമോ അതിൻ്റെ ചുറ്റുപാടോ ഒന്നും അതിനറിയാൻ പറ്റത്തില്ല. സോ നിങ്ങൾ പ്രാവിനെ വാങ്ങിക്കുമ്പോൾ കടക്കാരൻ്റെ അടുത്ത് പറയുന്നത് ചെറുവിലെ തൂവലൊക്കെ ഒന്ന് വെട്ടിത്തരാൻ പറയണം. അപ്പോൾ എന്നിട്ട് ആ തൂവലൊക്കെ വെട്ടിക്കൊണ്ട് നിങ്ങളിവിടെ കൊണ്ടിടുമ്പോഴത്തേക്കും ഈ പ്രാവ് എന്ത് ചെയ്യും, പറക്കാനൊക്കെ നോക്കുകയാണെങ്കിൽ പറക്കാൻ പറ്റത്തില്ല. കാരണം ചെറുകിലെ തൂല് വെട്ടിയിട്ടിരിക്കില്ലേ. ഈ പ്രാവ് എന്ത് ചെയ്യും, ഇവിടെ തന്നെ കിടന്ന് കുറേ നാൾ കഴിയുമ്പോൾ ചിറക് വരുമ്പോഴത്തേക്ക് ഈ പ്രാവ് എന്ത് ഈ സ്ഥലമൊക്കെ മനസ്സിലാവുകയും നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്ത് ആ പ്രാവ് ഇവിടെ തന്നെ കൂടിയിട്ട് മുട്ട വയ്ക്കും. അതുപോലെ ഈ മുട്ടയിടുന്ന സമയത്ത് ഒരിക്കലും ചെന്ന പ്രാവിനെ കൈ കൊണ്ടെടുക്കുകയും അതിൻ്റെ മുട്ട എടുത്ത് നോക്കുകയും അങ്ങനെ മുട്ട എടുത്ത് കളിക്കരുത്. കാരണം ചില സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് എങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ മുട്ട തറയെ കിടക്കും. അകത്ത് കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞും പോവും മുട്ടയും പോവും. പിന്നെ അതുപോലെ ഒരിക്കലും പ്രാവിനെ മുട്ട എടുത്തിട്ട് തിരിച്ചിങ്ങനെ പ്രാവിന് കൊത്തണ രീതി നിങ്ങളെ കൈ കൊത്തണ രീതിയിൽ കൊണ്ട് വെച്ച് കൊടുക്കില്ലേ. കാരണം കൊത്തി അവസാനം അത് മുട്ട കൊത്തണമെങ്കിൽ മുട്ട പോവും. പിന്നെ ഒരിക്കലും പ്രാവിനായിട്ട് ഈ തൂങ്ങിക്കിടക്കുന്ന കൂട്ടിയിടില്ല. ഈ തൂങ്ങിക്കിടക്കുന്ന കൂട്ടിയിട്ട് ഈ പ്രാവ് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ കൂട് കിടന്ന് ആടുകയും ഇപ്പം മുട്ട ഇട്ടുണ്ടെങ്കിൽ മുട്ടയും കൂടും പ്രാവും കൂടെ കിടന്ന് ആടുകയും അവസാനം മുട്ടയും ചെയ്യും. പിന്നെ ഈ പ്രാവിന് കൊടുക്കേണ്ട ഫുഡൊക്കെ ഞാൻ പറഞ്ഞുതരാം. രാവിലെ വൈകുന്നേരം വേണം നിങ്ങൾ കൊടുക്കുക. എപ്പോഴും ചെന്ന് കൊടുക്കരുത്. ചില സമയത്ത് പ്രാവിന് അതൊക്കെ ദോഷമാവും. അധികമായിട്ട് ഫുഡൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യുക, വെള്ളത്തിന് വേണ്ടി വെള്ളമൊന്നും ഇല്ലെങ്കിൽ അവസാനം പ്രശ്നമാവും. അപ്പോൾ കൊടുക്കേണ്ട ഫുഡ് ഞാൻ പറഞ്ഞുതരാം. ഗോതമ്പ്, റാഗി, അതിൻ്റെ മിക്സ്ഡ് ഫുഡ് കാണും, പയർ, പിന്നെ കടല ഒരു ദിവസം ഫുള്ള് വെള്ളത്തിയിട്ട ഒരു കടല കൊടുക്കാം, അതൊക്കെ കൊടുക്കാം. പിന്നെ ബദാം കൊടുക്കാം. ബദാം കൊടുക്കണ കേട്ടിട്ട് വെള്ളത്തിയിട്ടായിരിക്കും, എനിക്കറിയത്തില്ല, ഞാൻ കൊടുത്തു നോക്കിയിട്ടില്ല. പിന്നെ സ്പ്രാവിന് അതിൻ്റേതായ സപ്ലിമെൻറ്റ്സ് ഉണ്ടാവും. ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ നിങ്ങൾ അതിന് വിര ഗുളിക, പ്രാവിനുള്ള വിര ഗുളിക എന്ന് പറഞ്ഞ് വാങ്ങിച്ച് അതിന് കൊടുക്കുക. അതാകുമ്പോൾ ഇതിനിപ്പോൾ ഈ ഒരു ചില ഉണങ്ങി അതിൻ്റെ നെഞ്ചൊക്കെ ഉണങ്ങി നമുക്ക് മനസ്സിലാവും വിരയുടെ പ്രശ്നം വലിയവർക്ക്. അപ്പോൾ വിര ഗുളിക വാങ്ങിച്ചു കൊടുക്കുക നമുക്കറിയാം. അങ്ങനെ ചെന്ന് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ പ്രാവിനുള്ള സപ്ലിമെൻറ്റ് ബേർഡ് പ്ലസ് എന്ന് പറയുന്ന മരുന്നുണ്ട്, അതൊക്കെ വെള്ളത്തിൽ കലക്കി കൊടുക്കാം. പിന്നെ വിമറാളിന് അതൊക്കെ വെള്ളത്തിൽ കലക്കി കൊടുക്കാം. അതാകുമ്പോൾ പ്രാവിന് ഒരസുഖവും വരാതെ നോക്കുകയുള്ളൂ. അതിൻ്റെ ഓരോരോ സപ്ലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ ഈ പ്രാവിനെ വാങ്ങിച്ചിട്ട് ഒരിക്കലും പെട്ടെന്ന് അതിനെ ചെന്ന് പിടിക്കാനോ എടുക്കാനോ ഒന്നും നോക്കരുത്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ പ്രാവിനൊരു പേടിയാണ്. ആ ഒരു പേടി നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പേടി ആദ്യം ഉണ്ടാവുന്ന ചെറിയ പേടി പിന്നെ വലിയ പേടിയായി അവസാനം ചിറക് വരുമ്പോൾ പ്രാവ് പറന്നു പോകാൻ വരെ ചാൻസ് കിട്ടും. പിന്നെ പ്രാവിനെ തുറന്നുകൊണ്ട് അത് ഫുഡ് തീർന്ന ഉടനെ തന്നെ പിടിച്ച് കയറ്റാൻ നിൽക്കരുത്. അതിന് ജസ്റ്റ് കുറച്ച് നേരം കുറച്ച് നേരത്തേക്ക് അതിനെ ജസ്റ്റ് അതിൻ്റെ ആ പ്രാവുള്ള രീതി അങ്ങ് വിട്ടേക്കുക. അപ്പോൾ ഈ പ്രാവുകൾ എന്ത് ചെയ്യും, സ്ഥലമൊക്കെ ഒന്ന് മനസ്സിലാക്കി കൂടെ എവിടെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ നിങ്ങൾ ആരാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പ്രാവിനെ മനസ്സിലാക്കിയിട്ടും ചെയ്യും. പിന്നെ പ്രാവിനെ പ്രാവിനെ കൊണ്ടുവന്നിട്ട് അതിനെടുത്ത് എറിഞ്ഞ് കളിക്കരുത്. എറിഞ്ഞ് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാവ് പേടിക്കുകയും അവസാനം പറന്നു പോവുകയും ചെയ്യും. പിന്നെ ഒരിക്കലും പ്രാവിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയും കയ്യിൽ വെച്ച് നടക്കുകയൊന്നും ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാവുകൾക്കും അങ്ങനെയും പേടി കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ കുഞ്ഞിപ്രാവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും കുഞ്ഞിപ്രാവിനെ എടുത്തെടുത്ത് നശിപ്പിക്കരുത്. കാരണം കുഞ്ഞിപ്രാവുകൾ ചില പ്രാവുകളുണ്ട് അവർക്ക് നമ്മളെ കൈചൂട് ഉണ്ട്. എൻ്റെ അച്ഛൻ പറയാനുള്ള എനിക്ക് സത്യമാണോ അറിയത്തില്ല, കൈചൂട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ പ്രാവ് ഫുഡ് കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ കുഞ്ഞിപ്രാവുകൾ നിങ്ങൾ എങ്ങനെ അറിയാതെ ഇറുക്കി പിടിച്ചു പോയാൽ മതി, ചത്തു.
അതുപോലെ നിങ്ങളെ പ്രാവിനെ കൈ കൊണ്ട് എടുക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഇറുക്കി പിടിക്കരുത്. ഇറുക്കി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കട്ടിയും നമ്മുടെ ഈ വിരലെല്ലാം ഉണ്ടല്ലോ അതിനെ കട്ടിയ സോഫ്റ്റാണ് ഐത്തിങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾ ഇറുക്കി പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും. പിന്നെ ഒരിക്കലും എൻ്റെ ചിറക് പിടിച്ച് കള്ളി എണ്ണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വലിക്കരുത്. ഇങ്ങനെ ആക്കി വലിക്കരുത്. അങ്ങനെ പ്രാവിൻ്റെ ആ ജോയിൻറ്റിങ് ഊരി വരും. അവസാനം പ്രാവിനെ പറക്കാൻ പറ്റാതെ. പിന്നെ പ്രാവിനെ വളർത്തുമ്പോഴത്തേക്കും മാക്സിമം പൂച്ചയുള്ള അടുത്തുനിന്ന് മാറ്റി വേണം വളർത്താൻ. കാരണം പൂച്ചയുള്ള വീടൊക്കെ ആണെങ്കിൽ ഈ പ്രാവുകൾ അത് വന്ന് പെട്ടെന്ന് പേടിപ്പിക്കുകയും ചില സമയം നമ്മളെ കൺമുന്നിൽ വെച്ച് തന്നെ പിടിച്ചുകൊണ്ട് പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ പ്രാവിനെ ചിറക് വന്നിട്ട് ഒരിക്കലും അതിനെ കമ്പ് കാണിച്ച് വീശരുത്. ചിറക് വന്നതിന് ശേഷം ഒരിക്കലും കമ്പ് കാണിച്ച് വീശരുത്. വീശാൻ പക്ഷെ നിങ്ങൾ നല്ല ദൂരത്ത് ഇരിക്കണം. കാരണം നിങ്ങൾ അടുത്തോട്ട് പോയി വീശി കഴിഞ്ഞാൽ പ്രാവ് പറന്ന് മണ്ടയ്ക്കേറാനും അവസാനം കാക്ക ഒത്തി ഒട്ടിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ പ്രാവിനെ വളർത്തുമ്പോഴത്തേക്കും നിങ്ങൾ മാക്സിമം അതിൻ്റെ വെള്ളം എന്ന് പറഞ്ഞ സംഭവം അതിൻ്റെ അടുത്ത് തന്നെ കാണും. അത് വെള്ളം നിറഞ്ഞിരിക്കണം. അതിൻ്റെ വെള്ളം കുടിക്കുന്ന പാത്രം നിറഞ്ഞിരിക്കണം. കാരണം പ്രാവ് നമ്മളെക്കാട്ടിയും കൂടുതൽ വെള്ളം കൺസ്യൂം ചെയ്യണവരാണ് പ്രാവുകൾ. അവർക്ക് വെള്ളം അത്യാവശ്യം നല്ല വേണം, അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ആയി അവർ ചത്തുവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു മിനിറ്റ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് വെള്ളം വേണം, ഒരു ടബ് നിറച്ച്. പിന്നെ പ്രാവിനെ പറപ്പിക്കണം എന്നും പറഞ്ഞ് അതിൻ്റെ അടുത്ത് ചുമ്മാ എറിഞ്ഞ് കളിക്കരുത്. കാരണം എറിഞ്ഞ് അവസാനം പ്രാവ് തന്നെത്താനെ അങ്ങ് പറന്നു പോകും. പിന്നെ ഇവർ മഴ സമയമാകുമ്പോൾ ഇവർ മറയ്ക്ക് ഒരു ടാർപ്പാള നിങ്ങൾ കണ്ടുവച്ചേക്കും. കാരണം അല്ലാതെ തന്നെ നിങ്ങൾ ആ മഴയത്ത് തന്നെ വെച്ച് കൂട് പൊളിയുകയും അല്ലെങ്കിൽ പ്രാവുകൾക്ക് അസുഖം വന്ന് അങ്ങനെ ചാവാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ബിഗിനേഴ്സിനെ നല്ല രീതിയിൽ തന്നെ പ്രാവിനെ വളർത്തിയെടുക്കാം. അപ്പോൾ എന്തായാലും തൊടുത്തുള്ളൂ. ടാറ്റാ, ബൈ ബൈ.